ജെയിംസി കിച്ചണിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കരിമീൻ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ട് ചില സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്ത മീൻ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് കരിമീനാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 കരിമീനാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ നനവൊക്കെ കറക്റ്റായിട്ടുണ്ട്. കരിമീൻ ഇതുപോലെ വരഞ്ഞൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിനുള്ളിലേക്കൂടെ മസാല നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ട് നമുക്ക് മസാല തേക്കാം. അപ്പം ഞാനെല്ലാം 2 മീനും ഇതുപോലെ വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണേ. അപ്പം ഇതിൻ്റെ വരഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് കയറും. കുറച്ച് ഉള്ളിലേക്കൊക്കെ തേച്ച് കൊടുക്കാം. ഉള്ളിലധികം മസാല ഇങ്ങനെ തിക്കായിട്ടിരിക്കരുത്. ഒന്ന് കനം കുറച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ഇതിന് നന്നായിട്ട് ഫ്ലേവർ കിട്ടാനുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. ഉണ്ടാകുമൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പം അധികം മസാലയുടെ ഉരുണ്ടുകൂടി കുഴഞ്ഞിരിക്കരുത്. മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റിയാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിത് അടപ്പുള്ളൊരു പാത്രത്തിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജ് വെക്കണം. 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് വെച്ചാലേ ഇതിൻ്റെ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ നേരത്ത് അരപ്പെല്ലാം തിരുമ്മി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് അടപ്പുള്ള പാത്രത്തിൽ അടച്ചു വെക്കുക, അല്ലെങ്കിൽ ഇതിൽ ജലാംശമൊക്കെ കുറയും. അടപ്പുള്ള പാത്രത്തിലിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം എടുത്ത് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആദ്യം ഓയിൽ കൊടുക്കണ്ട, തീരെ കുറച്ച് മതി. ഈ ഓയിലൊന്ന് നമുക്ക് ഈ പാനിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അധികം ഓയിൽ ഒഴിക്കുന്നില്ല. ഫ്ലെയിം തീരെ കുറച്ച് വെക്കുക. എന്നിട്ട് ഈ പാനിലേക്ക് നമ്മളൊരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഇലയിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആദ്യമേ കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിനുശേഷം മീൻ വെച്ചിട്ട് നമുക്ക് ബാക്കി ഓയിൽ ഒഴിച്ചാൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഈ ഒരു വശം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിന് ഫ്ലേവർ കൂട്ടാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വാഴയിലയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഫ്ലെയിം കൂടുതലായാൽ വാഴയില നന്നായിട്ട് കരിയും. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം മീൻ വറുത്തെടുക്കാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ഒരു സൈഡ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം മറിച്ചിട്ടിട്ടാണ് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലേവർ കൂടാനുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ഈ എണ്ണ ഉള്ളിടത്തേക്ക് കുറച്ച് വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി വലുതാണെങ്കിൽ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ആദ്യമേ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഉള്ളിയൊക്കെ കൂടുതൽ അങ്ങ് കരിഞ്ഞു പോകും. അധികം കരിയേണ്ട, ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതും അല്ലാതെയും വറുക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതുപോലെ നമുക്ക് മീൻ ഒട്ടും അതിൻ്റെ മസാലയൊന്നും നമ്മൾ വറുക്കുന്ന ചട്ടിയിൽ അധികമാകുമോ, അധികം ഓയിലില്ലാതെ നമുക്കിതുപോലെ ഇലയൊക്കെ വെച്ച് ഫ്രൈ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് കിട്ടും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇല വെക്കുമ്പം പാൻ ചൂടാകുമ്പോഴേ ലോ ഫ്ലെയിമിലിടുക. അത് കഴിഞ്ഞ് ഓയിൽ ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രം ഇല വെക്കുക. ഇല വെച്ച് മീൻ വെച്ച് കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാവുള്ളൂ. ഓരോ സൈഡും 5 മിനിറ്റ് വീതം ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. വാഴയിലയിൽ ഫ്രൈ ചെയ്തെടുത്ത കരിമീനാണ്. നല്ല ടേസ്റ്റുമാണ്. എണ്ണ വളരെ കുറച്ചേ ഉള്ളൂ. അതുപോലെ നമ്മളിത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും കരിഞ്ഞു പോകാതെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്